ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നു. 17,500 കോടിയുടെ വികസന പദ്ധതികൾ ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അനുജ ചേരുന്നുണ്ട്. അനുജ, അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 17,500 കോടിയുടെ വികസന പദ്ധതികൾ. 11,500 എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ 17,500 കോടിയുടെ വികസന പദ്ധതികളാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡിൻ്റെ ഇരു സൈഡിലുമായി നിൽക്കുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള റോഡ് ഷോ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ഇതിലെ അദ്ദേഹത്തിൻ്റെ റാലിയിൽ ഇന്നത്തെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ റോഡ് ഷോയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഇപ്പോൾ ഉള്ളത്. ഇരുവശത്തേക്കും ഇരു സൈഡിലുമുള്ള ആളുകളെ കൈവീശി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എന്തായാലും വികസന പ്രവർത്തനങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിന് തന്നെയുള്ള ഈ 15,000 കോടിയോളം രൂപ ചിലവഴിച്ചിട്ടുള്ള പദ്ധതികൾ, ഈ ഒരു വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം തന്നെയാണ് ഇന്നത്തെ വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അടിസ്ഥാന വികസനത്തിൻ്റെ ഭാഗമായിട്ട് 11,100 കോടി രൂപയുടെയും 4,600 കോടി രൂപയുടെ മറ്റു പദ്ധതികളും ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. ഇതിന് മുന്നോടിയായിട്ടാണ് നമുക്കറിയാം 10:44 കൂടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് 11 മണിയോടുകൂടി ഈ റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം ഇതിൻ്റെ ഉദ്ഘാടനം, അതായത് നമുക്കറിയാം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഒന്ന് പുതുക്കിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ പുതിയ വിമാനത്താവളം എന്നിവ. ഇത് രണ്ടിൻ്റെയും ഉദ്ഘാടനം 11:15 റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം, 12:15 വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് രണ്ടും ആണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ, രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനം, അതായത് 15,000 കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലുള്ള വലിയൊരു ഇതിലുള്ള പദ്ധതികൾക്ക് തന്നെയാണ് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുക. എന്തായാലും അതുപോലെ തന്നെ 4 റോഡുകളുടെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് നിർവഹിക്കും. പുതിയ ട്രെയിനുകൾ, 2 അമൃത് ഭാരത്, 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നിവ അദ്ദേഹം ഈ റോഡ് ഷോയ്ക്കൊക്കെ ശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, ജനങ്ങൾ അദ്ദേഹത്തെ കാണുവാനായി റോഡിന് ഇരുവശത്തും തിങ്ങിക്കൂടി നിൽക്കുന്ന, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുവാനായി തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അദ്ദേഹം ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന ആളുകളെ കൈവീശി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ഒരു വരവ്, അതായത് ഇതിൻ്റെ റോഡ് ഷോയും റാലിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം പ്രതീക്ഷിച്ചുള്ളത് കൊണ്ട് തന്നെ അയോധ്യ നഗരത്തിൽ വലിയ സുരക്ഷ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ, ഇപ്പോൾ നമുക്കറിയാം കനത്ത ശൈത്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവിനോടനുബന്ധിച്ച് അതായത് ഈ 15 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനും, ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ മുതൽ വിമാനത്താവളം വരെയുള്ള ദൂരമാണ് ഈ റോഡ് ഷോ നടക്കുക. ഇതെന്ന് പറയുന്നത് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ 15 കിലോമീറ്ററോളം ദൂരമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എന്തായാലും ഉണ്ടാവുക. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സുരക്ഷ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിൽ വലിയ രീതിയിൽ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ജനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരെയും അദ്ദേഹം കാറിൽ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അധിക നേരം, ഈ പറഞ്ഞ 15 കിലോമീറ്റർ പിന്നിടുമ്പോഴേക്കും എത്ര നേരം ഇത് മുന്നോട്ട് പോകും, എങ്ങനെയാണ് ഇനി റോഡ് ഷോ മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും 15 കിലോമീറ്റർ ദൂരമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള റോഡ് ഷോയുടെ ദൂരം. ഇത് പിന്നിട്ടതിന് ശേഷം ഈ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ അയോധ്യയിലെ സന്ദർശനം തുടരുകയാണ് വിദ്യ. വ്യക്തമാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 15 കിലോമീറ്ററാണ് അദ്ദേഹം റോഡ് ഷോയിലൂടെ ജനങ്ങളെ കാണുന്നത്. ഈ ഒരു ചിത്രങ്ങളിൽ തന്നെ വ്യക്തമാണ്, റോഡുകൾക്ക് ഇരുവശവും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പ്രധാനമന്ത്രിയെ ഒരു നോക്കു കാണുവാനായി. 17,500 കോടിയുടെ വികസന പദ്ധതികളാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു വിമാനത്താവളം വരെയുള്ള 15 കിലോമീറ്റർ ആണ് ഇപ്പോഴുള്ള ഈ ഒരു റോഡ് ഷോയുടെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്നുള്ള വിവരങ്ങൾ അടുത്ത നിമിഷങ്ങളിലാണ് ലഭ്യമാകുന്നത്. വിവരങ്ങൾ നൽകിയത് അനുജ പ്രസാദാണ്.